അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളിൽ അനേകം പേർ ആരാകരുത്, ഉപദേഷ്ടാക്കന്മാരല്ല. അപ്പൊ പാസ്റ്റർമാർക്ക് 2 അടി കൂടുതലാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പമേ ഉള്ളൂ, പാസ്റ്റർമാർക്ക് അത് അറിയത്തില്ല. നോക്കുക, അപ്പോൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, മിരിയാമിനെ ഓർത്തുകൊള്ളുക. എന്താ അതുകൊണ്ട് സംഭവിച്ച പരാജയം എന്ന് ചോദിച്ചാൽ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച്. അവളെ വീണ്ടും അംഗീകരിക്കും വരെ ജനം യാത്ര ചെയ്യാതിരുന്നു. ആഖാനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ ജനത്തെ വലച്ചതെന്തിന്? ആഖാൻ ഒറ്റയൊരുത്തനാണ് കുറ്റം ചെയ്തത്, വലഞ്ഞത് ആരാണ്? ജനം മുഴുവനാണ്. ഇവിടെ അസൂയയുടെ രോഗമുണ്ടായത് ആർക്കാണ്? മിരിയാമിനാണ്. വലഞ്ഞത് ആരാണ്? ജനമാണ്. നോക്കുക, ദൈവസഭയുടെ കെട്ടുപണി ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവസഭയുടെ കെട്ടുപണിയിൽ നമ്മുടേതായ പങ്കും ഉത്തരവാദിത്വവുമുണ്ട്. നമ്മൾ നിസ്വാർത്ഥമായി വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ജനത്തിന്റെ നടുവിൽ ഇറങ്ങുവാനിടയായി തീരുന്നത്. അതാണ് അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. നോക്കൂ, അതിനുശേഷം സംഭവിച്ചത്, കോരഹും കൂടെയുള്ള ആളുകളും ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 41-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെയാണ് ദൈവത്തിന്റെ തീ വാസ്തവമായി ഇറങ്ങിയത്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ച ആ വേദഭാഗത്തിന്റെ അവസാനത്തെ ഭാഗം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് സർവശക്തനായ ദൈവം. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ജനം പിറുപിറുത്തു. അന്ന് മരിച്ച എത്ര പേരാണെന്നറിയാമോ? 14,700 പേർ അന്നത്തെ ആ അഗ്നിബാധയിൽ മരിക്കുവാനിടയായിട്ട്. 14,700 പേർ. ഏത് വ്യവസ്ഥയുടെ പേരില? ഭൂമിയിൽ നിന്ന് അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതെ ഇരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവനെ നിരസിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയുവാൻ ഇടയായിത്തീരും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുവാനുള്ള അനേക ദീപസ്തംഭങ്ങളും അനേക നാഴികക്കല്ലുകളും. അതിലൊരു നാഴികക്കല്ലാണ് മിരിയാം. അതിലൊരു നാഴികക്കല്ലാണ് ലോത്തിന്റെ ഭാര്യ. ഹല്ലേലൂയ. ഇതുപോലെ കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പഥികനാണ്. ഹല്ലേലൂയ. നീ ഒരു വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായി വിളിച്ചു ചേർക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ്. ഹല്ലേലൂയ. നീ വഴിയിൽ ഇതുപോലെ തപ്പിത്തടഞ്ഞു കിടക്കേണ്ടവനല്ല, നീ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു പോകേണ്ടവനാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം മുമ്പിൽ ദൈവം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നു. അവിടേക്ക് നമ്മൾ പാലായനം ചെയ്യേണ്ടവരാണ്. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യൂദായുടെ ലേഖനം അതിന്റെ 11-ാം അധ്യായം ഒന്ന് വായിച്ചാട്ട്. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. യൂദായുടെ ലേഖനം ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ചെറിയ ലേഖനമാണ്. വേദപുസ്തകത്തിന്റെ മുഴുവൻ സംക്ഷിപ്തം നമുക്ക് ആ ചെറിയ ലേഖനത്തിൽ കാണുവാൻ കഴിയും. എന്തിനു വേണ്ടി ആ ചെറിയ ലേഖനം അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിരസിച്ചാൽ തെറ്റിയൊഴിയുകയില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. 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 ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർ കയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചന. ഹല്ലേലൂയ. തന്റെ ജനത്തെ ഇസ്രായേൽ മക്കളെ ശപിക്കുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കടന്നുപോയ വ്യക്തിയാണ് ബിലയാം. അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയാമോ? ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. അവന്റെ ജീവിതത്തിൽ അത് സഫലമാക്കുവാൻ അവന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഈ ഭൂമിയിലല്ല,
ഈ ഭൂമിയിലാണ് ജീവിതത്തിന്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നെങ്കിൽ വിജയിച്ച മനുഷ്യർ സിനിമാ നടന്മാരും നടികളും ഒക്കെയാണ്. ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. എന്റെ ജീവിതവും പരാജയവും കണക്കാക്കുന്ന ഒരു ദിവസമുണ്ട്. അത് അക്കരെ നാട്ടിലാണെന്ന് നീ ഓർത്തോണം. അത് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ലാഭമായി നീ വിചാരിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഞാൻ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്ഷേത്രമെന്നു ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ നാട്ടിലേക്ക് ഓടുകയാണ്. എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. നിനക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. നിന്റെ മുമ്പിൽ ഒരു വലിയ നിക്ഷേപമുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരാകുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ഭാഗം ഞാൻ വിചിന്തനം ചെയ്തതുകൊണ്ട് ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. നിങ്ങളുടെ അറിവിലിരിക്കുന്നത് നല്ലതാണ്. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോടുകൂടെ പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നതിന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതി കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. നോക്കുക, ദൈവവചനം കുത്തഴിഞ്ഞ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം, സഭ കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെയുള്ള സംവിധാനമല്ല. ദൈവം വളരെ വ്യക്തമായ വ്യവസ്ഥകൾ തിരുവെഴുത്തിൽ ദൈവിക സഭയെക്കുറിച്ചും അതിന്റെ ഭരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ഈ അടിസ്ഥാനത്തിന്മേലാണ് ദൈവത്തിന്റെ സഭ പണിതിരിക്കുന്നത്. എന്താ നമ്മൾ വായിച്ചു കേട്ട ഭാഗം? ഞാനത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക, എന്നാൽ അവനോടുകൂടെ പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകരായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെയല്ല അവൻ വാൾ വഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയപ്പെടും. പക്ഷെ അതുകൊണ്ട് ഞാൻ നീതിമാനാണെന്ന് വരുന്നില്ല. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഉള്ള അവസ്ഥ നമുക്ക് ദൈവസന്നിധിയിൽ സമ്മതിക്കാം. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനവിഭാഗം എന്ന ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. മുമ്പോട്ട് പോകുവാനുള്ള വഴി ഞങ്ങളെ കാണിച്ചു തരണമേ കർത്താവേ എന്ന് മോശയെ പോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാം. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുചെല്ലുവാനുള്ളത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. വഴിയറിയാത്തവരെ, ഭോഷന്മാരെ പോലും ചൊവ്വയുള്ള വഴിയെ നടത്തുവാൻ കഴിയുന്നവരാണ് സർവശക്തനായ ദൈവം. തിരുവെഴുത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഈ വഴിയായി ഇതിനു മുന്നമേ പോയിട്ടില്ല. നമ്മൾ പോയിട്ടില്ലാത്തൊരു പുതിയ വഴിയെ നമ്മെ നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ കർത്താവ് മതിയായവന്. സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നുവാനിടയാകരുത്. സ്വന്തം ജ്ഞാനത്തിൽ നമ്മൾ ഊന്നുവാനിടയാകരുത്.
ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ, കർത്താവേ, എന്റെ